Jadi Marathi ചെയ്യാത്തുള്ളൂ കേട്ടോ. വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർത്ഥിപ്പിച്ചൊരു മുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടൊരു വഴിയല്ല സന്മാർഗ പൃഷ്ടർ തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. Okay, thank you very much. Thank you, Shifna. And now, good afternoon, sir. Good afternoon. Let's start our session. As you know, today we'll be getting a new topic, that is a exercise of practical life. Okay, that's very important area, and which is the first and primary area of Montessori method. So the coming 45 minutes you can interact with the ma'am, and Samiha ma'am will be dealing that subject, and you can have the queries and doubts and confusions, everything. So after that I'll be explaining tomorrow's schedule, especially regarding our seminar and some topic of the other matter, principles of Montessori. Okay. One request from me, I think it's better you can switch on your video, and if you are, what you can say, ready to show your face, that is better for we people, because as a teachers we are taking class, and we wait, when we take class we should see your face. Okay. And now the familiarity problem is not there. Actually we have got the familiarity, and now the students have become the close relationship. Okay, that's why let me invite Samiha ma'am for doing today's session. Okay, you can have the direct discussion, all these things. Thank you very much. ഇവിടെ വരും, ഇവിടെ വെയിറ്റിംഗ് കാണുമ്പോൾ അഡ്മിറ്റ് നോട്ട്. Good afternoon, everybody. Good afternoon, ma'am. Good afternoon. എല്ലാരും എത്തിയോ? വീഡിയോ ഓൺ ആക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ നന്നായിരുന്നു.
കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. എന്റെ പേര് സമീഹ. കുറച്ച് ആൾക്കാരെ എന്നെ കാണാത്തുണ്ടാവുള്ളൂ. കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അറിയാം. ഷഹാന ഷൈജു കണ്ടിട്ടില്ല അല്ലെ? കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ സ്നേഹ കണ്ടിട്ടില്ല. ഇഷാ ബാബു സിറാജുനീസാണോ? ഓക്കെ. കുറച്ചു പേരൊക്കെ മുഖം പരിചയമുള്ളതുണ്ട്, കുറച്ച് ആൾക്കാരെ പരിചയമില്ല. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മോണ്ടിസോറി എന്ന മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ ഇത് EPL, എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. കേൾക്കണില്ല? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സൗണ്ട് പ്രശ്നമുണ്ടോ? എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്, അല്ലെങ്കിൽ അതിന് ഷോർട്ടാക്കി പറയണതാണ് EPL. ആ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത് എന്താണെന്ന്. നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ മോണ്ടിസോറിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അഡൾട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടിക്ക് എങ്ങനെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും, അതിന് കുട്ടിയെ പ്രാപ്തരാക്കുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ് EPL ചെയ്യുന്നത്. ഇപ്പൊ EPL എന്ന് പറഞ്ഞാല് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് EPL. The practical life activities are the first important activities in Montessori environment. The practical life activity allow the child to try doing what adults are around may be seen doing each and every day. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഡൾട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കുട്ടികളെയും അത് അതുപോലെ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആക്കുക. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് EPL വരുന്നത്. എക്സാമ്പിൾ ഡ്രസ്സിങ് വൺസെൽഫ്, ക്ലീനിങ് അവർ ഹോം. ഇതൊക്കെ എന്താണ്? പിന്നെ നമ്മുടെ വീട്ടിലുള്ളവര് മുതിർന്നവര് ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടിക്കും അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുക. പിന്നെ the practical life activities are designed to give the child real life experience. The materials used to conduct the activities should be real working tools. എന്താണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട് ഒരിക്കലും എന്താണ് ഒരു ടോയ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിന്റെ ഒരു ടോയ് വേർഷൻ അല്ല ഒരിക്കലും ഉപയോഗിക്കുന്നത്. എന്താണ് റിയൽ മെറ്റീരിയൽ തന്നെയാണ് കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കുന്നത്. പറഞ്ഞത് പിന്നെ ഇപ്പൊ ഒരു നൈഫ് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കുട്ടിക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് ഒരു ടോയ് അല്ല കുട്ടിന്റെ കയ്യിൽ കൊടുക്കുക, റിയൽ നൈഫ് തന്നെ കയ്യിൽ കൊടുത്ത് അതിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കി കുട്ടികളെ കൊണ്ട് എങ്ങനെ ആ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ ഒരു വെജിറ്റബിൾ കട്ടിങ്, അപ്പോ ആ കുട്ടീന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ആ കുട്ടിക്ക് സേഫ് ആയിട്ട് എങ്ങനെ ആക്ടിവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ അത് ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ആ കുട്ടി അത് ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് EPL പറയുന്നത്. പിന്നെ EPLന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ EPL നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്നത് കാര്യങ്ങളാണ് ഹൈലി കോൺസെൻട്രേഷൻ. എന്താണ് കുട്ടികൾ ഇപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്താണ് കുട്ടികൾ അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ അതിലൂടെ എന്താണ് കുട്ടികളെ കോൺസെൻട്രേഷൻ പവർ
കൂടും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അഡൾട്ട് എന്താണോ ചെയ്യുന്നത് അത് കണ്ട് അത് കുട്ടി വീക്ഷിച്ച് അതുപോലെ ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ എന്താണ് കുട്ടിന്റെ കോൺസെൻട്രേഷൻ പവർ കൂടും. മുതിർന്നവർ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ആ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി ശ്രമിക്കും. അതിലൂടെ കുട്ടിന്റെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കും. അടുത്ത ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓർഡർ. സെൻസ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞപ്പോ ഇവിടെ കുറച്ച് പേരെ കൂടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു ആക്ടിവിറ്റി ഇട്ടിരുന്നു, റോളിംഗ് ആൻഡ് അൺറോളിംഗ് ഓഫ് ഡ്രഗ്. അപ്പൊ അതിന് ഓരോ മെത്തേഡ് ഉണ്ട്. അത് എങ്ങനെ ക്യാരി ചെയ്യണം അല്ലെങ്കിൽ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയണുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങള്. കാരണം എല്ലാത്തിനും ഒരു ഓർഡർ EPL ആക്ടിവിറ്റീസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിനും ഓരോ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് മാത്രമേ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കുട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടിയുടെ ആ ആക്ടിവിറ്റിയിൽ ഓർഡർ വരും. അതുപോലെ തന്നെ അതിനായിട്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ചെയ്യുമ്പോൾ എന്താണ് കുട്ടിക്ക് അറിയാതെ തന്നെ ഒരു ഓർഡർ കുട്ടിക്ക് കിട്ടും. കുട്ടി അറിയാതെയാണ് അത് കിട്ടുന്നത്. കുട്ടി എന്ത് ചെയ്യും, ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിൽ ഏതൊക്കെ മെത്തേഡ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ ആക്ടിവിറ്റി ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ കുട്ടി ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടി അറിയാതെ തന്നെ കുട്ടീന്റെ എല്ലാ പ്രവൃത്തികളിലും ഒരു ഓർഡർ കൊണ്ടുവരാന് നമുക്ക് കഴിയും ഈ EPL ആക്ടിവിറ്റീസിലൂടെ. പിന്നെ അടുത്ത പോയിന്റ് ആണ് ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ്. എന്താണ് കുട്ടികളെ സ്വതന്ത്രമാക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ്, ചെറിയ കുട്ടികള് നമ്മൾ സമ്മതിക്കൂല, അവരെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങള് അവരെ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അവര് സ്വതന്ത്രരാണ്. അവർക്ക് ഒരിക്കലും ഒരു ചെയ്യേണ്ട കാര്യത്തിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ എന്താണ് അവര് സ്വയം അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് ഡ്രസ്സ് ചെയ്യണതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൈ കഴുകുക, വാഷിംഗ് ഹാൻഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അവരെന്നെ സ്വയം ചെയ്യാന് ശ്രമിക്കും. അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഈ EPL ആക്ടിവിറ്റീസിൽ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവര് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ പെരുമാറണം, സോഷ്യൽ ഗ്രേസ് ആൻഡ് ഗഡ്സ്, അതും EPL വരുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ ഡെവലപ്പിംഗ് റെസ്പെക്ട് ഫോർ ഹിസ് കമ്മ്യൂണിറ്റി. അത് ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് എന്താണ്, ഒരു പുറത്തല്ല നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളോട് ഒരു കുട്ടി അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ഒരാളോട് എങ്ങനെ കുട്ടി പെരുമാറും അല്ലെങ്കിൽ എങ്ങനെ കുട്ടി പെരുമാറണം എന്നുള്ളതൊക്കെ എന്താണ് ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ EPL എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്നുണ്ട്. ഇംപ്രൂവിങ് ഫൈൻ മോട്ടോർ സ്കിൽസ്. മോട്ടോർ സ്കില്ല് സാറ് പറഞ്ഞിട്ടുണ്ടാവും, 2 തരത്തിലാണ് മോട്ടോർ സ്കില്ല് വരുന്നത്, ഫൈൻ മോട്ടോർ സ്കില്ലും അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കില്ലും. ഫൈൻ മോട്ടോർ സ്കില്ലും അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കില്ലും. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ചലനങ്ങൾ. EPL ആക്ടിവിറ്റീസിൽ അധികം ഫൈൻ മോട്ടോർ സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. കാരണം ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ നമ്മൾ എഴുതുക, അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ ചലിക്കുണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് ഫൈൻ മോട്ടോർ സ്കിൽ. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാല് നമ്മൾ ശരീരം മുഴുവനായിട്ടും ചലിപ്പിക്കണ്ടേ. അത് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നടക്കുക അല്ലെങ്കിൽ ഓടുക, ജമ്പ് ചെയ്യുക, അതൊക്കെ എന്താണ് ഗ്രോസ് മോട്ടോർ സ്കില്ലാണ്. EPL ഫൈൻ മോട്ടോർ സ്കില്ലാണ് ഇംപ്രൂവ്. EPL ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ ഫൈൻ മോട്ടോർ സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. പിന്നെ EPL എന്ന് പറഞ്ഞാൽ EPLന്റെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതെന്താണ് പർപ്പസ്ഫുൾ ആയിരിക്കണം. പർപ്പസ്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുട്ടീനെ കയ്യിൽ കൊടുത്ത് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക എന്നല്ല, ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മളത് എയിം ചെയ്യുന്നത്, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി എല്ലാ മെറ്റീരിയൽസിനും ഉണ്ടായിരിക്കണം.
ഫസ്റ്റ് പർപ്പസ് ആണ് മൂവ്മെന്റ്സ്. മൂവ്മെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയും കുട്ടികളുടെ ഈ മോട്ടോർ സ്കിൽ അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ മൂവ്മെന്റ്സിൽ അല്ലെങ്കിൽ ആ കുട്ടികളെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഗ്രേസ്ഫുൾനെസ് എന്താണ് നമുക്ക് കാണാൻ കഴിയും ഈ EPL ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ. പിന്നെ വരുന്നത് കോൺസെൻട്രേഷൻ. നേരത്തെ പറഞ്ഞു എന്താണ് കുട്ടി അറിയാതെ തന്നെ കുട്ടീന്റെ കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നതാണ് അഡാപ്ഷൻ. അഡാപ്ഷൻ എന്ന് പറഞ്ഞാല് കുട്ടികള് അവര് വളർന്നു വരുന്ന സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അനുസരിച്ചിട്ട് എന്താണ് അവരെന്താണ് ഈ ആക്ടിവിറ്റീസിൽ നിന്നും അവർക്ക് യോജിച്ച അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ EPL ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്ത് ഈ EPL ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ EPL മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞാല് കുട്ടികള് എന്താണ് എപ്പോഴും കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. പിന്നെ അതിന്റെ ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത് വർക്ക് ആറ്റിറ്റ്യൂഡ്. ഒരു അഡൾട്ട് ചെയ്യുന്നത് കണ്ട് അത് എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ കൂടി എന്താണ് അവരത് ചെയ്യാന് ശ്രമിക്കും. എത്ര പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ കഴിയും അവരത് അത്രയും പെർഫെക്ഷൻ തന്നെ ചെയ്യും. പിന്നെ സെൽഫ് ഡിഗ്നിറ്റി. അവർ ഈ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ എന്താണ് അവരെന്നെ സ്വന്തം ഒരു അഭിമാനം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്തല്ലോ എന്നുള്ളൊരു കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്കറിയാലോ അവരെന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം അവർ ചെയ്തു കഴിഞ്ഞാല് അവർക്കത് എന്താണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആവുമ്പോ കുട്ടി എന്താണ് കുട്ടിക്ക് അവരെന്നെ സ്വയം അഭിമാനിക്കും. അതാണ് ഉദ്ദേശം. EPL എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി നമ്മുടെ ഓരോ ദിവസത്തെ റൂട്ടീൻ അതാണ് ഈ EPL വരുന്നത്. അപ്പൊ അത് മുതിർന്നവരെ ആശ്രയിച്ചുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് സ്വയം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എങ്ങനെ സ്വയം ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ് അവിടെ പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ കുട്ടികള് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ എന്താണ് അവരുടെ ഹൈ ആൻഡ് കോർഡിനേഷൻ. ഹൈ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കോൺസെൻട്രേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണ് അവിടെ നമ്മള് അതിന്റെ ഒരു ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ട് വേണം ചെയ്യാൻ. അതുപോലെ അപ്പൊ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഐ ആൻഡ് കോർഡിനേഷന് ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോ പറഞ്ഞത് എന്താണ് പർപ്പസ് ഓഫ് EPL അല്ലെങ്കിൽ പർപ്പസ് ഓഫ് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ് മൂവ്മെന്റ്സ്, പിന്നെ പറഞ്ഞത് കോൺസെൻട്രേഷൻ, പിന്നെ അഡാപ്റ്റബിൾ ആയിരിക്കണം, പിന്നെ അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്തി വർക്ക്, പിന്നെ സെൽഫ് ഡിഗ്നിറ്റി, അടുത്തത് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞു EPL ഏത് ആക്ടിവിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും എന്താണ് പർപ്പസ്ഫുൾ ആയിരിക്കണം. ഒരിക്കലും അത് നമ്മൾ വെറുതെ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രൂപത്തില് ആയി പോവരുത്. അതിന് എന്തായാലും ഒരു കറക്റ്റ് പർപ്പസ് ഉണ്ടായിരിക്കണം. അപ്പോ ഏകദേശം ഇപ്പൊ EPL എന്താന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി എന്തെങ്കിലും ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷഹാന നസ്രി കരുവാരക്കുണ്ടുള്ള ആളാണോ?
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. പറഞ്ഞോ. ക്ലിയർ ആണല്ലോ, ഒന്നും കൂടെ പറയോ? നോട്ട്സ് തരുമോന്നാ ചോദിക്കണേ. നോട്ട്സ് തരും, അത് നോട്ട്സ് തരാം കേട്ടോ. പിന്നെ അടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ നോട്ട്സ് തരാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി, കറക്റ്റ് ആയോ? അതൊന്നുമില്ല. EPL എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഡെയിലി നമ്മൾ സ്ത്രീകളായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഇപ്പോ എന്താ പറയാ, ക്ലോത്ത് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഹോം ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് എന്ത് EPL വരുന്നത്. അത് കുട്ടികൾക്കും കൂടെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ സബ്ജക്റ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുവരെ ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് EPL. അതിൽ ഫസ്റ്റ് ആണ് വരുന്നത്, കോഡ് കാണാൻ കഴിയുന്നുണ്ടോ? ഫസ്റ്റ് പോയിന്റ് ആണ് റിയാലിറ്റി ബേസ്ഡ്. റിയാലിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരിക്കലും അത് നേരത്തെ പറഞ്ഞു, ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരിക്കലും മെറ്റീരിയലും എന്താണ്, റിയൽ മെറ്റീരിയൽ ആയിരിക്കണം. ഒരിക്കലും ടോയ് അല്ലെങ്കിൽ ഒരു നൈഫിന്റെ ഒന്നും ഒരു ടോയ് വേർഷൻ ആവാൻ പാടില്ല. അതുപോലെ തന്നെ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് EPL വരേണ്ടത്. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പറഞ്ഞത് നോട്ട് ലിമിറ്റഡ്. എന്താണ്? EPL ആക്ടിവിറ്റീസ് ഒരിക്കലും ലിമിറ്റഡ് അല്ല. അതൊരിക്കലും എന്താ, അല്ലെങ്കിൽ ഇത്ര ആക്ടിവിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, അങ്ങനത്തെ രീതിയിൽ EPL ഒരിക്കലും വരില്ല. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലത്തെ ജോലി നമ്മൾ എത്ര ചെയ്താലും വീട്ടിലത്തെ ജോലികളൊന്നും തീരൂല. അതുപോലെ തന്നെയാണ് എന്താണ്, EPL ആക്ടിവിറ്റീസ് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ഇനി അടുത്തത് കംപ്ലീറ്റ്. എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തായാലും എന്താണ്, അതിനൊരു കംപ്ലീഷൻ ഉണ്ടായിരിക്കണം. കംപ്ലീഷൻ മീൻസ് ഇപ്പൊ നമ്മളൊരു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു അടിച്ചു വാരണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങി അത് കംപ്ലീറ്റ് ആക്കാതിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതുപോലെ തന്നെ EPL ഉള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഒരു പ്രോപ്പർ കംപ്ലീഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് ലൊക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ലൊക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഷാഹിന, സുധമ്മ. ലൊക്കേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മോണ്ടിസോറിയിൽ നമുക്കറിയാം എല്ലാ ഏരിയസിനും പ്രാക്ടിക്കൽ ഏരിയയുടെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോ ഓരോ മെറ്റീരിയൽസ് ഗ്രൂപ്പ് വൈസ് ആയിരിക്കും അതിനെ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അപ്പോ ഒരു നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ തരത്തിലുള്ള മെറ്റീരിയൽസ് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഭാഗത്തും, അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസിന് ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടാവും മെറ്റീരിയൽസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ വേണം മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാന്. പിന്നെ അടുത്തതാണ് പറയുന്നത് സീക്വൻഷ്യൽ ഉദ്ദേശിച്ചത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് എന്താണ്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം, അതുപോലെ അതിന്റെ മിഡിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എൻഡ്. ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം തന്നെ ചെയ്യണം, മിഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മിഡിൽ ചെയ്യണം, ലാസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് തന്നെ ചെയ്യണം. എല്ലാത്തിനും നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, EPL ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അവൾ ഏത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഒരു ഓർഡർ കിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, എന്താണ്, ഒരു സീക്വൻഷ്യൽ ഓർഡർ ആയിരിക്കണം. സീക്വൻസ് ഉണ്ടായിരിക്കണം. കാരണം ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യണം, പിന്നെ ചെയ്യേണ്ടത് പിന്നെ ലാസ്റ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ തന്നെ അവസാനിക്കണം.
പിന്നെ മാനേജബിൾ കണ്ടെയ്നർ. മാനേജബിൾ കണ്ടെയ്നർ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളായിരിക്കും. അപ്പൊ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. പിന്നെ അടുത്ത പറയുന്നത് അതുപോലത്തെ പോയിന്റ് തന്നെ ചൈൽഡ് സൈസഡ്. ചൈൽഡ് സൈസഡ് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് മാനേജ് ചെയ്യാനുള്ള രൂപത്തിലുള്ള വലുപ്പത്തിലുള്ളതായിരിക്കണം മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈസിലി ക്ലീൻഡ്. അതെന്താണ്? അത് എപ്പോഴും ഈക്വൽ മെറ്റീരിയൽസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതെന്താണ്? പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം. അടുത്തത് സേഫ്റ്റി. സേഫ്റ്റി പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് എന്താ ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ എന്താണ് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പൊ എന്താണ് ആ കൊടുക്കുന്ന മെറ്റീരിയല് എപ്പോഴും അല്ലെങ്കിൽ അത് ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും അത് സേഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയല് ആയിരിക്കണം. അപ്പൊ അത് കുട്ടിന്റെ കയ്യിൽ കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കുട്ടിയെ പഠിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ത് നൈഫ് അതുപോലെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ കയ്യിൽ കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ഓർഡർലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും അതിന്റെ ഓർഡറിൽ തന്നെ പോകണം. ഡിസോർഡർ ആയിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? റിയാലിറ്റി ബേസ്ഡ്. പിന്നെ നോട്ട് ലൊക്കേഷൻ ലൊക്കേഷൻ ഓഫ് മെറ്റീരിയൽ. സീക്വൻഷ്യൽ ഓർഡർ പിന്നെ മാനേജബിൾ കണ്ടെയ്നർ ചൈൽഡ് സൈസ്ഡ് പിന്നെ ഈസിലി ക്ലീൻഡ് സേഫ്റ്റി ആൻഡ് ഓർഡർലി. അപ്പൊ പറഞ്ഞത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് EPL. അതിന്റെ മുമ്പ് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് പർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് EPL. അപ്പൊ ഇതുവരെ ഉള്ളത് ഓക്കെയാണോ? ഇതിൽ കുറച്ച് ആളുകൾക്കൊക്കെ അത് ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സെന്ററിൽ വന്നിട്ട്. അപ്പൊ അവർക്കൊരു റിപ്പീറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതുവരെ ഓക്കെ അല്ലേ? ഈ EPL ആക്ടിവിറ്റീസിന് 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വരുന്നതാണ് കെയർ ഓഫ് സെൽഫ്. കെയർ ഓഫ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സെന്റൻസിന് മനസ്സിലാവുണ്ടാവും. കെയർ ഓഫ് സെൽഫ്. നേരത്തെ പറഞ്ഞു കുട്ടികള് അവര് സ്വയം ഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനും പിന്നെ അവര് ചെയ്യുന്ന കാര്യങ്ങള് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനും അവർക്ക് EPL ആക്ടിവിറ്റീസിലൂടെ കഴിയുമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് എന്താണ്? കെയർ ഓഫ് സെൽഫ്. അവരുടെ കാര്യങ്ങള് അവർക്ക് തന്നെ സ്വയം ചെയ്യാന് കഴിയും. ആ രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോ EPL 3 ഗ്രൂപ്പാണ് ആക്കിയത്. ഫസ്റ്റ് കെയർ ഓഫ് സെൽഫ്, കെയർ ഓഫ് എൻവിയോൺമെന്റ്, സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്സി. അപ്പൊ ഫസ്റ്റ് പറഞ്ഞതിലാണ് കെയർ ഓഫ് സെൽഫിലാണ് വരുന്നത് ഏതൊക്കെ? പിന്നെ ഡ്രസ്സിംഗ് സെൽഫ്, പിന്നെ വാഷിംഗ് ഹാൻഡ്സ്, നെയിൽ കട്ടിംഗ്, ബാത്തിങ് എക്സെട്ര. അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിലാ വരിക? കെയർ ഓഫ് സെൽഫിലാണ് വരിക. പിന്നെ വരുന്നതാണ് കെയർ ഓഫ് എൻവിയോൺമെന്റ്. കെയർ ഓഫ് എൻവിയോൺമെന്റിൽ വരുന്നതാണ് ഇത് ക്ലീനിങ് ഹോം, അതുപോലെ തന്നെ ക്ലീനിങ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എൻവിയോൺമെന്റിൽ നമുക്കല്ല, സെൽഫ് അല്ല, എൻവിയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ, എൻവിയോൺമെന്റിൽ മാറ്റങ്ങൾ വരും. അങ്ങനത്തെ
ആക്ടിവിറ്റീസിനെയാണ് എന്താ പറയുന്നത് കെയർ ഓഫ് എൻവിയോൺമെന്റ്. നമ്മൾ അല്ലെങ്കിൽ മുറ്റം അടിച്ചു വാരുക അല്ലെങ്കിൽ വീട് ക്ലീൻ ആക്കുക, അതെന്താണ് നമ്മുടെയും കൂടി ആവശ്യം ആണെങ്കിൽ കൂടി എന്താണ് അതിലൂടെ നമ്മുടെ എൻവിയോൺമെന്റും കൂടെ ക്ലീൻ ആവണം. അപ്പൊ എന്താണ് പറയുന്നത്, അത് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് കെയർ ഓഫ് എൻവിയോൺമെന്റിൽ വരുന്നത്. ഫസ്റ്റ് പറഞ്ഞു കെയർ ഓഫ് സെൽഫ്, അത് കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാന് കുട്ടിക്ക് കഴിയുക, അതാണ് കെയർ ഓഫ് സെൽഫ്. നെക്സ്റ്റ് പറഞ്ഞത് കെയർ ഓഫ് എൻവിയോൺമെന്റ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു എയിമാണ് എന്ത്, കെയർ ഓഫ് എൻവിയോൺമെന്റ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മുടെ എൻവിയോൺമെന്റും കൂടെ ക്ലീൻ ആവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റിനും കൂടെ സംരക്ഷിക്കുകയാണ്. പിന്നെ അടുത്തതാണ് സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്സി. അപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ എല്ലാ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്താണ് കുട്ടികൾക്ക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മുതിർന്ന ഒരാളെ എങ്ങനെ ബഹുമാനത്തോടെ സമീപിക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ എന്താണ് EPL പഠിപ്പിക്കുന്നുണ്ട്. അതാണ് സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്സി. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഗ്രീറ്റിംഗ്. ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു പുറത്തുനിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ അയാൾക്ക് എങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെ അതുപോലെ നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ പ്ലീസ് അങ്ങനത്തെ വേർഡുകളൊക്കെ യൂസ് ചെയ്യാൻ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്സിയിൽ വരുന്നത്. അപ്പോ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ആക്കിയത്, EPL ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്കിയത് ഏതൊക്കെയാണ്? കെയർ ഓഫ് സെൽഫ്, കെയർ ഓഫ് എൻവിയോൺമെന്റ്, സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്സി. അപ്പോ ഇന്നത്തെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതില് ഫസ്റ്റ് ഇപ്പോഴത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് റോളിംഗ് ആൻഡ് അൺറോളിംഗ്. അത് ഞാന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ. അത് എല്ലാവരും കിട്ടിയില്ലല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വീഡിയോ കിട്ടിയിട്ടില്ല. അതുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പിന്നെ ജോയിൻ അല്ല അത് കുഴപ്പമില്ല, ഞാൻ അത് ഒന്നും കൂടെ എടുക്കും, പ്രശ്നമില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാ. അതുണ്ട്, ഞങ്ങളിലുണ്ട്, വീഡിയോ ഉണ്ട്, കയ്യില് വീഡിയോ അല്ലേ? പിന്നെ ഇവിടെ വന്ന് ചെയ്തവർക്ക് അറിയാം, ഇവിടെ വന്ന് ചെയ്തവർക്ക് ഞാൻ ഇവിടുന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് ഹലോ എന്താ പറഞ്ഞേ? അപ്പൊ വീഡിയോ ഉള്ളവർ എനിക്കൊന്ന് ഓക്കെ. അത് അതിൽ ഇത്രേ ഉള്ളൂ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അതിനിപ്പോ കാണിക്കാം, കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ സർ, കാണുന്നുണ്ടോ? ഇതാണ് റഗ്. കാണുന്നുണ്ടോ അല്ലേ? ഇതാണ് റഗ്. EPL ഏത് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം ഈ റഗ് ആവശ്യമാണ്. ഈ ഇതിൽ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ EPL ആക്ടിവിറ്റീസ് ചെയ്യാന് പാടുള്ളൂ. അത് ക്യാരി ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മൾ എടുക്കുമ്പോ എന്താണ് ഇതുപോലെ റോൾഡ് ആയിരിക്കും. അപ്പോ ക്യാരി ചെയ്യുന്നത് കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല. ലൈക്ക് ദിസ്, തം ഫിംഗർ ടോപ്പ് ആൻഡ് ഇൻഡെക്സ് മിഡിൽ on the base. Index. Okay. Thumb finger top and middle and index base. Okay. Now open edges should be towards our body. The open edges should be towards our body. ഇത് ഇങ്ങനെ തന്നെ ക്യാരി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് വേറൊരു മെത്തേഡിലൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. Thumb finger top and other 2 fingers on the base. The open edges should be towards our body. Okay. ഇത്
ഇവിടെ ടേബിളിലായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഫ്ലോറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഫ്ലോറിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ലെഗ് ക്രോസ് ചെയ്തിട്ടാണ് ഇരിക്കേണ്ടത്. അത് ഞാൻ കറക്റ്റ് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, പിന്നെ ഇതപ്പോ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ്, ഏത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും കുട്ടികളെ ഗ്രീറ്റ് ചെയ്യണം. ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ടുഡേ വി ആർ ഗോയിങ് ടു ഡു യുവർ നെയിം ഈസ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് റഗ്. പിന്നെ ഹൗ ടു ക്യാരി ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ഹൗ ഐ ക്യാരി ദ മെറ്റീരിയൽ, സം ഫിംഗർ ടോപ്പ് ആൻഡ് അതർ ഫിംഗേഴ്സ് ഓൺ ദ face, the open edges towards our body. Okay, ഇതുവരെ ഓക്കെ ആണോ? ഹലോ ഹലോ, ഇതുവരെ ഓക്കെ ആണോ? ഇനി ഇത് ഫ്ലോറിൽ വിരിക്കണത് കാണിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. സാർ ക്ലാസ് എടുക്കാറുണ്ട്. ഹായ്. Hello. Hello. Yes, good afternoon. Good afternoon, sir. Thank you very much. Pen. Excuse me, madam, pen. Somebody is not opened their video. Still, Nasiat, Shaima, Mosina, Shifana, and the one Redmi is there. Shahina, Sudharma, Disha, one Lenovo is there. Galaxy. Okay. So I think you have enjoyed the exercise of practical life classes. Yes. Yes, sir. Yes, sir. Okay. And today I'll be discussing a small and simple matter. Our subject is principles of Montessori. Principles of Montessori. And our topic is chapter number 3, tendencies of man. Chapter number 3, tendencies of man. Okay. And before that, on tomorrow, instead of the class, we'll be conducting the seminar. So I have already requested you to report 8 members, and those who are reporting at first, they'll be getting the topic. Okay. So I'll be calling this your name, and you have to receive your topic, and how you have to present, that I'll be giving you details. Number 1, Hiba Bashir. Your Hiba Shabir. സാറിന്റെ പേര് മാറ്റണ്ട ഹസ്ബൻഡിന്റെ. ഹസ്ബൻഡ് മാറ്റണ്ട. Name era? ഷബീർ. Shabir. Okay. Shabir. I think you are ready. Yes. The topic is family background of Maria Montessori. Family background of Maria
Montessori. Okay. You should learn in detail about her family and should present it. Okay. Okay. Sajida. Sajida. Sajida is not present over here. Sajida is not present here. Not present. Sajida. Okay. Abira. അബീറ സർ വന്നിട്ടില്ല. Okay. Who is speaking now? Who is speaking now? ഷെറിൻ. Sherin speaking. Okay. Sherin. യെസ് സർ. Where is Sherin? Okay, thank you. Your topic is Maria Montessori's education. Maria Montessori's education. Okay. യെസ് സർ. And Shana. Yes, sir. Yes. Your topic is Maria Montessori. Her entry to education field. Her entry to education field. Maria Montessori, her entry to education field. Her entry to education field. Right? Next one. Sirajunisa. Nisha Babu is here. Okay. And topic is here. The influenced persons. Maria Montessori. The influenced persons. Maria Montessoriയെ സ്വാധീനിച്ച വ്യക്തികൾ. Okay. Next one. Fatimati Shahana. Yes, sir. And starting of Montessori method by Maria Montessori. Starting of Montessori method by Maria Montessori. One more Shana Nasrin is there. Shana. Shahana. അറിയില്ല. നിങ്ങൾ റെഡി പറഞ്ഞത് ആരായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. എന്താ ഷാന നസീർ? ഞാനാണ് ലാസ്റ്റ് പറഞ്ഞത്. എട്ടാമത്തെ ആള് ഞാനായിരുന്നു. ടോപ്പിക് പറയാം. പക്ഷെ എനിക്കിപ്പോ കിട്ടിയിരുന്നു ഒരു ടോപ്പിക്. എനിക്കൊരു ടോപ്പിക് നേരത്തെ കിട്ടി. എന്റെ പേര് വിളിച്ചല്ലോ ഷാനാന്ന്. ഓക്കെ. അപ്പൊ ഇനി ആരാ? ഷാന ഷൈജു കിട്ടി. ഇനി റെഡി ഉള്ളവര് ഒന്ന് പറയൂ. ഇപ്പൊ ഇതിൽ വന്നവർക്ക് ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം ഗ്രൂപ്പില് അബീറ ഇന്ന് വന്നിട്ടില്ല അല്ലെ? അബീറക്ക് വരാൻ പറ്റിയില്ല. അവള് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ വരുമോ? നാളെ വരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവർക്ക് ടോപ്പിക് കൊടുക്കാം. എന്നാ ഇനിയിപ്പോ ടോപ്പിക് സ്വീകരിക്കാൻ തയ്യാറുള്ളവര്? സ്നേഹ. ഞാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ആബ്സെൻസ്. ആഫ്റ്റർ ദാറ്റ് ഡേ ഐ ക്യാൻ. ഓക്കെ. നാളെയാണ് നമുക്ക് ഈ സെമിനാർ. മറ്റൊരു ദിവസം മറ്റു സെമിനാറുകൾ വരും. ഓക്കെ സർ. ഓക്കെ. അപ്പൊ നാളെ റെഡി ഉള്ളവർ ഇനി പറയൂ. അബീറക്ക് ടോപ്പിക് ഉണ്ട്. ഇനി
Another topic. 2 topics are pending here. 3 topics pending ആണ്. അവീറ കൂടാതെ 3 പേർക്ക് ചാൻസ് ഉണ്ട്. പറയൂ. Sir, I am ready. ഷൈമ റെഡിയാ? ആരാണ് പറഞ്ഞത്? ഷൈമ. ഓക്കെ. മോണ്ടസറി ഇൻ UK, ഇൻ ഇംഗ്ലണ്ട് എന്നാണ് നിങ്ങളുടെ ടോപ്പിക്. Montessori in UK. യുണൈറ്റഡ് കിങ്ഡം, ഇൻ ഇംഗ്ലണ്ട്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇത്. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ഒരാൾ കൈകാര്യം ചെയ്യാം. ആർക്കാ തീരുള്ളത്? വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ചലഞ്ചിങ് ടോപ്പിക് ആണ്. സാജിദ വന്നോ? സാജിദ വന്നിട്ടുണ്ടോ? ഇല്ല, സാജിദ വന്നിട്ടില്ല. സാജിദ ഇനി ആരാ റെഡി ഉള്ളത്? സാർ എനിക്ക് ചലഞ്ചിങ് ടോപ്പിക് വേണ്ട, അല്ലാത്ത ടോപ്പിക് തരുമോ? ഓക്കെ, അല്ലാത്ത ടോപ്പിക് അല്ലേ? നിങ്ങൾക്ക് സിമ്പിൾ ആയ ടോപ്പിക് തരാം. ഡെത്ത് ഓഫ് മറിയ മോണ്ടസറി. സാർ ഒന്നും കൂടെ. ഡെത്ത്, ആള് കാര്യമാവുന്നത്. അതാവുമ്പോ സിമ്പിൾ ആവല്ലോ, മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഡെത്ത് ഓഫ് മറിയ മോണ്ടസറി. ഇനി ചലഞ്ചിങ് ടോപ്പിക് ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. I am ready, sir. What's your name? Musina. Musina. Musina, thank you. Okay. Montessori in India. Montessori in India. Okay? Okay, sir. ഇനി അബീറാൻ സാജിദ ഉണ്ട്, അവർക്ക് ടോപ്പിക് കൊടുക്കും കേട്ടോ. അവരിപ്പോ അതിലില്ലല്ലോ, ടോപ്പിക് അവർക്ക് കൊടുക്കും. So on tomorrow we don't have the class, only seminar. So ഓരോരുത്തർ വന്ന് വീഡിയോ വേണം, നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടത്. So you should be ready for that. ഫസ്റ്റ് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. Then ആ ടോപ്പിക്കിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ പറയാം. കൺക്ലൂഷൻ. ഓക്കെ, വായിക്കല്ല വേണ്ടത്, പ്രസന്റേഷൻ ആണ്. വന്ന് വായിക്കുന്ന സിസ്റ്റം ഉണ്ടാവരുത്. നിങ്ങൾ പഠിച്ച് ആ പോയിന്റ്സ് ഇവിടെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോ നമ്മുടെ ഈ സെമിനാർ കഴിയുന്നതോടുകൂടി മറിയ മോണ്ടസോറി എന്ന് പറയുന്ന ആ വലിയ വ്യക്തിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, എന്താണ് ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺസ് ഓഫ് മറിയ മോണ്ടസോറി. ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺസ് മറിയ മോണ്ടസോറി. മറിയ മോണ്ടസോറിയെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഓക്കെ, സോ ടുഡേ അവർ ചാപ്റ്റർ ഈസ് ടെൻഡൻസീസ് ഓഫ് ഹ്യൂമൻ ഓർ ടെൻഡൻസീസ് ഓഫ് മാൻ. 14 ടെൻഡൻസീസ് ആണ്, 14 ടെൻഡൻസികൾ ഉണ്ട് മനുഷ്യർക്ക് എന്നാണ് മറിയ മോണ്ടസോറി പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ 14 ടെൻഡൻസീസ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. 14 ടെൻഡൻസികൾ പഠിക്കുന്നതിന് മുമ്പ് ആസ് എ ഇൻട്രൊഡക്ഷൻ we have to discuss what are the difference between human being and animal. Are you animal or human being? Human being. ഇനി നിങ്ങൾ കേസ് കൊടുക്കരുത് കേട്ടോ. ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളോടെല്ലാം കൂടി ഇങ്ങനെ ചോദിച്ചു കേസ് കൊടുക്കും. ഓക്കെ, what are the difference between human being and animal? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയ, നിങ്ങളൊക്കെ വലിയ കഴിവുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പറയൂ, മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താണ്? അത് പറയാൻ സിമ്പിൾ ആണ്. ഇതൊക്കെയാണ് ഇപ്പൊ ഇദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുന്നത് ചോദിക്കും നിങ്ങൾ. ഓക്കെ, മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നത്തെ വിഷയം. ഈ നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കം മാത്രമേ എടുക്കുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് ദ പാർട്ട് ടുമാറോ, ചാപ്റ്റർ ടുമാറോ. ടുമാറോ സെമിനാർ ആണ്, ചാപ്റ്റർ ടുമാറോ ആയിരിക്കും നമ്മുടെ റെസ്റ്റ് ഓഫ് ദ. അപ്പൊ ഒന്ന് പറയൂ.
മനുഷ്യന് തിങ്കിങ് കപ്പാസിറ്റി കൂടുതലാണ്. മനുഷ്യന് ഹ്യൂമൻസിന് തിങ്കിങ് കപ്പാസിറ്റി കൂടുതലാണ്. തിങ്കിങ് കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, കൂടുതലാണ്. ഓരോ ലൈനും അണ്ടർലൈൻ ചെയ്യണം. തിങ്കിങ് കപ്പാസിറ്റി മനുഷ്യന് കൂടുതലാണ്. ഓക്കെ, മൃഗത്തിന് മൃഗത്തിന് തിങ്കിങ് കപ്പാസിറ്റി കുറവാണ്. കുറവാണ്. ഓക്കെ, നല്ല ടേം നമുക്ക് കിട്ടിയത്. മനുഷ്യർക്ക് തിങ്കിങ് കപ്പാസിറ്റി കൂടുതലാണ്, മൃഗത്തിന് കുറവാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ മന്ദബുദ്ധികള്, അതുപോലെ പിന്നെ ബുദ്ധി കുറഞ്ഞ ആളുകളൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരാളെ പോലെ ഒരു മൃഗം അല്ലേ എന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗവും മനുഷ്യനും ഒക്കെ ചെറിയ വ്യത്യാസമുള്ളൂ. നമുക്ക് കുറച്ച് കൂടുതലുണ്ട്, അവർക്ക് കുറച്ച് കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഡിഫറൻസ് നോട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേപ്പറിൽ എഴുതുക, നോട്ട് ബുക്കിൽ എഴുതുക. പോയിന്റ്സ് എഴുതുന്നില്ലേ? എല്ലാവരും പറയുന്നത് പോയിന്റ്സ് ആണ്. നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ചിന്തകളാണ് സിദ്ധാന്തങ്ങളായിട്ട് വരുന്നത്, തിയറികളായിട്ട് വരുന്നത്. ആ തിയറികളാണ് നമ്മെപ്പോലുള്ള കുട്ടികൾ പിന്നീട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും വിട്ടുപോകരുത്. എല്ലാവരും പറയുന്നത് എന്താണ്? തിയറീസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ആരാ പറഞ്ഞത്? താങ്ക് യു വെരി മച്ച്. ഷൈമയാണ് പറഞ്ഞത്. ഫോർ യുവർ എന്താ പറയാ, വളരെയധികം ആഴമേറിയ ചിന്ത. ഓക്കെ, നെക്സ്റ്റ് വൺ. മൃഗങ്ങൾക്ക് വിവേചന ബുദ്ധി ഇല്ല. ആർക്കാണ്? മൃഗങ്ങൾക്ക് വിവേചന ബുദ്ധി ഇല്ല. മൃഗങ്ങൾക്ക് വിവേചന ബുദ്ധി ഇല്ല. ഓക്കെ, സംസാരിക്കാനുള്ള കഴിവ് അല്ല, മനുഷ്യർക്ക് അതുണ്ട് അല്ലെ? മനുഷ്യർക്ക് വിവേചന ബുദ്ധി ഉണ്ട്, മൃഗങ്ങൾക്ക് വിവേചന ബുദ്ധി ഇല്ല. ഓക്കെ, പിന്നെ സംസാരിക്കാനുള്ള കഴിവ് നമ്മള് രണ്ടു കാലം നടക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ട് കാലിലാണ് മനുഷ്യൻ നടക്കുന്നത്. മൃഗങ്ങൾ നാല് കാലില് നടക്കുന്ന മൃഗങ്ങള് മാത്രമേ ഉള്ളൂ ഭൂമിയില്. രണ്ട് കാലിൽ നടക്കുന്ന മൃഗമല്ലേ? ഇല്ല, അല്ലേ? നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്ത്? സംസാരിക്കാനുള്ള കഴിവ് അല്ലെ? മനുഷ്യർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾക്കില്ല. ഓക്കെ, മനുഷ്യർക്കുണ്ട്. അപ്പൊ നമ്മള് മറ്റേ സംസാരിക്കാൻ കഴിയാത്ത ആളിലൊക്കെ ഏതിലെ പെടുത്തുക? ഡിഫറൻസ് ചോദിക്കുന്നത്? ഞാൻ ഡിഫറൻസ് ആ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ മൃഗമാണോ മനുഷ്യരാണോ? അങ്ങനല്ലല്ലോ. അവര് പിന്നെന്താ പറയാ, ഇതന്നെയല്ലേ ഡിഫറൻസ്. അതങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, എല്ലാവരും എഴുതി വെക്കണം. ഓക്കെ, മനുഷ്യരെ പോലെ മൃഗങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലല്ലോ, അതല്ലേ വ്യത്യാസം. ആർക്കാർക്ക് കോമൺ സെൻസ് ഇല്ലാത്തത്? കോമൺ സെൻസ് ഇല്ല, മനുഷ്യർക്കുണ്ട് അല്ലെ? നല്ല കോമൺ സെൻസ് ഉണ്ട്. എല്ലാവർക്കും ഇല്ല. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും കോമൺ സെൻസ് ഇല്ല. ചില മനുഷ്യർക്കുണ്ട്, ചില മൃഗങ്ങൾക്കും ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യുന്ന ഒരു പുച്ഛമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ കാലഘട്ടത്തില് ഒരു മൃഗവും മനുഷ്യനും കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് കോമൺ സെൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയുമ്പോ എന്താണ്, അത് നമുക്കില്ല, നമുക്ക് തന്നെ അറിയാം. ഓക്കെ, ഇനി പറയൂ, ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? സംസാരിക്കാൻ കഴിവില്ല, ചിന്തിക്കാൻ കഴിവില്ല. അതൊക്കെ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഊമകളൊക്കെ അപ്പൊ മൃഗങ്ങളായിട്ട് മാറും. സംസാരിക്കാൻ കഴിയാത്തോണ്ട് അവരൊക്കെ നമുക്ക് പിന്നെ കൗശല്യം മറ്റൊക്കെ കൊണ്ടുപോയി കെട്ടാൻ പറ്റുമോ? ഇല്ല. ഹ്യൂമൻ ബീങ്സ്. രണ്ട് കാലം എന്നുള്ളൊരു പ്രശ്നമല്ല, രണ്ട് കാലം നടക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മനുഷ്യന്മാരുടെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നോ? അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് അവര്. മനുഷ്യരെ പോലെ ചെയ്യാൻ കഴിയില്ല. എന്താ പറയാ, നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല.
We are eating, they are eating. We are drinking, they are drinking. പിന്നെ we are hunting food, they are hunting food. പിന്നെ we are building the house, they are also building houses. എന്താ ഡിഫറൻസ് പറയാം? റൈറ്റിംഗ്, റീഡിംഗ്, ആ റൈറ്റിംഗ് വെരി ഗുഡ്, നല്ല കണ്ടുപിടുത്താണ്. എഴുതാൻ കഴിയില്ല മൃഗങ്ങൾക്ക്, ഓക്കെ, മനുഷ്യർക്ക് എഴുതാൻ കഴിയും. അപ്പൊ എഴുതാത്ത നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? അവർക്ക് എഴുതാൻ കഴിയില്ല. കുറെ മുമ്പുള്ള ഗ്രാൻഡ് ഫാദേഴ്സ് പാരന്റ്സിനൊക്കെ അവർക്ക് എഴുതാൻ കഴിയാത്തോണ്ട് നീ പോയിട്ട് പറയാൻ പറ്റുമോ? യു ക്യാൻ റൈറ്റ്, സോ വലിയ കണ്ടുപിടുത്തം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഷെയറിംഗ്. വെരി എന്താ പറയാ, നല്ല ഐഡിയ ഷെയർ ചെയ്തു. അപ്പോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു മൃഗത്തിന്റെ കുട്ടി, നിങ്ങള് പിന്നെ പ്രസവിച്ചതിന് ശേഷം ഒരാട്ടിൻ കുട്ടിയെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി, ഏത് മൃഗത്തിന്റെ കുട്ടിയാണെങ്കിലും ആ കുട്ടിയും ഒരു മനുഷ്യക്കുട്ടി ബേസിക്കലായിട്ട് എന്താണ്, എവിടെ ഡിഫറൻസ് വരുന്നത്? അവരെ എണീറ്റ് നടക്കും. നമ്മുടെ കുട്ടികളോ? നമ്മുടെ കുട്ടികളൊന്നും ചെയ്യില്ല, അവർക്ക് വർഷങ്ങൾ എടുക്കും. അവിടെയാണ് പോയിന്റ്. നമ്മുടെ കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, എണീറ്റ് നടക്കാൻ. ആരാണ് ഗ്രോത്തില് ഡെവലപ്മെന്റില് ഫാസ്റ്റ് ആയി വരുന്നത്? മൃഗങ്ങൾക്കാണ്. ഓക്കെ, സോ ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആരാണ് ഫാസ്റ്റ്? മനുഷ്യരെന്താണ്? സ്ലോ ആണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. എന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റില് കമ്പയർഡ് ടു ആനിമൽ, ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോ ആണ്. ദാറ്റ് ഈസ് വൺ ഡിഫറൻസ്. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഓടുന്നു. അതുപോലെ പിന്നെ ഏതാനും ദിവസം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടി സമയമെടുക്കും. ഓക്കെ, ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, രണ്ടാമത്തെ പോയിന്റ്. ഈ പിന്നെ കടലാമയെ കണ്ടിട്ടോ നിങ്ങള്? കടലാമയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അവ പിന്നെ മുട്ടയിടുന്നത് എവിടെയാണ്? കരയിലാണ്. കരയിൽ മുട്ടയിട്ട് അവര് കുട്ടികൾ ഉണ്ടാവുന്നത് കരയിലാണ്. ആ കരയിൽ നിന്ന് കുട്ടികൾ എവിടെ പോകും? പ്രസവിച്ചു കടൽക്ക് തിരിച്ചു. അതുപോലെ ഒരു പിന്നെ നായക്കുട്ടി അല്ലെങ്കിൽ പൂച്ചക്കുട്ടി, അവർക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ച് അവർക്ക് വിദ്യാഭ്യാസം എവിടുന്ന കിട്ടിയത്? എവിടുന്ന കിട്ടിയത്? അവരുടെ അമ്മയിൽ നിന്ന്. അമ്മയിൽ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അമ്മ പഠിപ്പിച്ചു കൊടുത്തതാണോ? കൊണ്ടുപോയി ചെവി പിടിച്ച് കടിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തോ? പോത്തിന്റെ കുട്ടിക്ക് ഈ പുല്ലൊക്കെയാണ് തിന്നേണ്ടത് എന്നുള്ളത് അവര് കഴിച്ചു നോക്കിട്ട് വെരി ഗുഡ്, നല്ല ഗവേഷണമാണ്. ഒരു പോത്തിന്റെ കുട്ടിക്ക് ആദ്യം പോത്ത് കഴിച്ചു നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളൊരു പൂച്ചക്കുട്ടിയെ പരിശോധിക്കുക. ആ പൂച്ചക്കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു മത്സ്യം ഇട്ട് കൊടുക്കുക. ഓക്കെ, ചോദിക്കണം, ഐ ഷുഡ് ആസ്ക് മൈ മദർ വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓർ നോട്ട് ഫോർ മീ എന്ന് പൂച്ചക്കുട്ടി പറയാറുണ്ടോ? മത്സ്യം കിട്ടി എന്ത് ചെയ്യും? കഴിക്കുന്നുള്ളതാണ് ആണല്ലോ. ശരിക്കും നോക്കിയാൽ മതി. ഇവിടെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആനിമൽസിൽ നിന്ന് ഒരു മൃഗത്തിന്റെ കുട്ടിക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻഹെറിറ്റഡ് ആണ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യമായിട്ട് കിട്ടുന്നു. എന്ത് കഴിക്കണം, എവിടെ പോയിട്ട് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഇൻഹെറിറ്റഡ് ആണ്. ഓക്കെ, അവർക്ക് പ്രകൃതിയിൽ നിന്ന് പഠിച്ച് ഒന്നും നേടേണ്ടതില്ല, സ്കില്ല് ആർജിക്കേണ്ടതില്ല. ഒരു പോത്തിൻകുട്ടി എത്ര ട്രെയിനിങ് കൊടുത്താലും ആര് തന്നെയാണ്? ആരാണ്? തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ പിന്നെ കാക്കക്കൂട്ടിലുള്ള കുയില് തന്നെ ആയിട്ടല്ലേ മാറുന്നത്? സാഹചര്യം മാറുന്നതായിട്ട് മാറുന്നുണ്ട് ആള്? മാറുന്നില്ല.
ഇതുപോലെ ഒരു ആട്ടിൻകുട്ടിക്ക് എത്ര നിങ്ങൾ ട്രെയിനിങ് കൊടുത്താലും ആര് തന്നെ ആയിരിക്കും? ആട്ടിൻകുട്ടി തന്നെ. ആട്ടിൻകുട്ടി കാരണം തന്നെ അവരുടെ സ്കിൽ എബിലിറ്റീസ് എല്ലാം എന്താണ്? ഇൻഹെറിറ്റഡ് ആണ്. അവർക്ക് വേണ്ട എല്ലാ കഴിവുകളും ഓൾറെഡി അത് പിന്നെ എന്താ പറയാ, അതിന്റെ കൂടെ പ്രിന്റ് ചെയ്ത് വരികയാണ്. ബട്ട് മനുഷ്യക്കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത്? മനുഷ്യക്കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. നമ്മളിൽ നിന്ന് പാരന്റ്സ് കണ്ട് പഠിക്കായിരിക്കും. കണ്ടു പഠിക്കണം. കണ്ടാൽ മാത്രം മതിയാവില്ല. അപ്പൊ നിങ്ങള് കുറച്ചു മുമ്പ് ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു കുട്ടി ഒരു കാട്ടില് മങ്കീസിന്റെ കൂടെ വളർന്ന ഒരു ന്യൂസ് പത്രത്തിൽ വന്നിരുന്നു, വായിച്ചിട്ടുണ്ടാവും. ആ കുട്ടിക്ക് മലയാളം അല്ല മറ്റു ഹ്യൂമൻ ബീങ്സ് പറയുന്ന ഒരു ഭാഷ സംസാരിക്കാൻ കഴിയുന്നില്ല, മനുഷ്യരുടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. കാരണം ആ കുട്ടിയുടെ എൻവയോൺമെന്റ് എന്താണ്? മങ്കീസിന്റെ കൂടെയായിരുന്നു. അപ്പൊ ഒരു കുട്ടി ഒരു തെരുവിലാണ് വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ സാഹചര്യം അങ്ങനെയായിരിക്കും. ഒരാളും പിന്നെ ആ കുട്ടിയെ വളർത്താനില്ല എങ്കിൽ കുട്ടി സ്വമേധയാ പോയിട്ട് ഞാൻ കഴിക്കേണ്ട ഭക്ഷണം റൈസ് ആണ്, കേരളീയൻ ആയതുകൊണ്ട് നല്ല മട്ടരിച്ചോറ് തിന്നണം. അതെവിടെ ഉണ്ടാവുക? അത് പാടത്ത് നെല്ല് കിട്ടണം, ആ നെല്ല് മില്ലിൽ കൊണ്ടുപോയിട്ട് അരിയാക്കണം, അരിയാക്കിയിട്ട് അത് വേവിച്ച് കഴിക്കണം എന്ന് ഒരു കുട്ടി സ്വയം പഠിക്കുവോ? ഇല്ല. പോത്തിൻ കുട്ടിക്ക് പഠിക്കാൻ പറ്റും, ആട്ടിൻകുട്ടിക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആർക്കാ കൂടുതൽ കപ്പാസിറ്റി ജന്മന കിട്ടുന്നത്? മൃഗങ്ങൾക്ക്. ജന്മന കപ്പാസിറ്റി കൂടുതലുള്ള ആർക്കാണ്? മൃഗങ്ങൾക്കാണ്. മനുഷ്യ കുട്ടികൾക്ക് എന്താണ്? അവർ ഉണ്ടാക്കിയെടുക്കണം, സ്കിൽ നേടിയെടുക്കണം. ആ നേടിയെടുക്കാൻ വേണ്ട സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോ രണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഡിഫറൻസ് ബേസിക്കലി ഇതാണ്. നിങ്ങൾ പറഞ്ഞ ഡിഫറൻസിനൊക്കെ നമ്മൾ റിജക്ട് ചെയ്യണം, തള്ളുകയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഡിലീറ്റ് ചെയ്യണം. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നില്ലേ? ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എവരിവെയർ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞെന്താണ്? പിന്നെന്താ പറഞ്ഞത്? കോമൺ സെൻസ്. കോമൺ സെൻസ്. ഓക്കെ, നേരത്തെ വിവേചനം എന്നൊക്കെ പറഞ്ഞു, നമ്മൾ സാധാരണ പറയുന്ന കാര്യം. ബട്ട് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് പറയുന്നത് ഇതാണ്. എന്ത്? ഒന്ന്, സ്ലോ ഗ്രോത്ത് ആണ് ആർക്കുള്ളത്? മനുഷ്യർക്കുള്ളത്. ഇവിടെ മൃഗങ്ങൾ ഫാസ്റ്റ് ആണ്. സെക്കൻഡ് വൺ, നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരുടെ ഇൻഹെറിറ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല, എല്ലാം നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നേടിയെടുക്കുക. ഓക്കെ. പക്ഷെ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നല്ല കപ്പാസിറ്റി ഓട്ടോമാറ്റിക് ലഭിക്കുന്നു. ഒരു കാക്കയുടെ ആ ഫാദറും മദറും ഭൂമിയിൽ ഇല്ല എങ്കിൽ പോലും ആ കാക്കക്കുട്ടിക്ക് ജീവിക്കുവാനും മരത്തിൽ കൂടുകൂട്ടുവാനും സാധിക്കുന്നു എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരാനുള്ള സാധ്യത ആർക്കാ കൂടുതൽ? ആർക്കാ? മൃഗങ്ങൾക്കാണോ മനുഷ്യർക്കാണോ? സാധ്യത കൂടുതൽ ആർക്കാ? മനുഷ്യർക്കാണ്. കാരണം മനുഷ്യർ സ്കില്ലുകൾ എത്രയാവാം, എയിം ഹൈ ആണ്, ആകാശം വരെ മുട്ടാം. ഓക്കെ. ഇന്നിപ്പോ പിന്നെ ഒരു കാക്ക ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരു പക്ഷി നല്ല മനോഹരമായ ഒരു കൂട് കൂട്ടുന്നുണ്ട്. അപ്പൊ കാക്കച്ചി ഒരിക്കലും അത് കണ്ട് പഠിക്കില്ല. എന്ത്? ഇത് കണ്ടിട്ട് നല്ലൊരു കൂട്, എന്റെ ഈ കൂട് ശരിയല്ല, കാരണം കുറെ കൊള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയല്ലേ. അപ്പൊ ഒന്നുകൂടി നമ്മുടെ മറ്റേ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൂട് ഇതുപോലെ ഉണ്ടാക്കണം ഒരിക്കലും കാക്ക തീരുമാനിക്കില്ല. കാരണം എന്താണ്? കാക്കച്ചിക്കുള്ള കഴിവ് ഓൾറെഡി പ്രിന്റഡ് ആണ്, ആ കഴിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളാവുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് നല്ലൊരു വീട് പുതുതായി നിർമ്മിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? യു ക്യാൻ അഡോപ്റ്റ് ഇറ്റ്, അത് സ്വീകരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ് ആൻഡ് അനിമൽ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പുല്ല് തിന്നാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു പോത്തിൻ കുട്ടി ആ പുല്ല തിന്നുന്നത്, പുല്ല് മാത്രമേ തിന്നുള്ളൂ, ആ പുല്ല് മാത്രം. ആ പോത്തിൻ കുട്ടിക്ക് എന്താണോ തിന്നാൻ അതിനറിയുന്ന കാര്യങ്ങൾ അത് മാത്രം. ബട്ട് മനുഷ്യർക്ക് എന്ത് ചെയ്യാം? പുല്ലല്ല, അതിനപ്പുറമുള്ള സാധ്യതകളെ തേടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ. സോ ദീസ് ആർ ഡിഫറൻസ്. അപ്പൊ നമുക്ക് വളരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു കുട്ടി വളരണമെങ്കിൽ രണ്ട് എയ്ഡ്സ് പ്രധാനമായിട്ടുണ്ടായിരിക്കണം. എയ്ഡ്സ് എന്നാ പറഞ്ഞു. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ രോഗമല്ല. എയ്ഡ്സ് എന്ന് പറഞ്ഞ എന്താണ്?
സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ രണ്ട് എയ്ഡ്സുകളെ മറിയ മോണ്ടിസോറി തരംതിരിച്ചിരിക്കുന്നത് നമ്പർ 1 ഇന്റേണൽ എയ്ഡ്സ്, നമ്പർ 2 എക്സ്റ്റേണൽ എയ്ഡ്സ്. നമ്പർ 1 ഇന്റേണൽ എയ്ഡ്സ്, നമ്പർ 2 എക്സ്റ്റേണൽ എയ്ഡ്സ്. ഇന്റേണൽ എയ്ഡ്സ് ആയിട്ട് ഒരു കുട്ടിക്കുള്ള കാര്യം ആ കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യമാണ്. ആ കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് അബ്സോർബന്റ് മൈൻഡ്. ഈ ടേമുകളൊക്കെ എഴുതി വെക്കുക. ഇതൊക്കെ ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അബ്സോർബന്റ് മൈൻഡ്. നമ്പർ 2 സെൻസിറ്റീവ് പീരിയഡ്. ഇതാണ് ഇന്റേണൽ എയ്ഡ്. എക്സ്റ്റേണൽ എയ്ഡ് ആയിട്ട് വരുന്നത് കുട്ടിക്ക് പുറത്തുള്ള സപ്പോർട്ട് ആയിട്ട് ഉണ്ടാവേണ്ടത് നമ്പർ 1 ഫ്രീഡം. നമ്പർ 2 എൻവിറോൺമെന്റ് ആണ് രണ്ടാമത്തേത്. അതെ, എൻവിറോൺമെന്റ്. ഇന്റേണൽ എയ്ഡ്സ് എന്തായിരുന്നു? ഫ്രീഡം ആൻഡ് എൻവിറോൺമെന്റ്. ഓക്കെ. അപ്പൊ നോർമലി ഇന്നലെ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ടീം പഠിച്ചു. ഏതാണ്? 3 പീരിയഡ് ലെസൺസ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട if you are a Montessori trained എന്ന് പറഞ്ഞാൽ immediately the Montessorians will be asking the question which are the aids of Montessori method. ഏതൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡിന്റെ എയ്ഡ്സ് അല്ലെങ്കിൽ which are the aids of child development ചോദിച്ചാൽ എന്താണ്? 2 എയ്ഡ്സ് ഉള്ളത്. നമ്പർ 1 ഇന്റേണൽ, നമ്പർ 2 എക്സ്റ്റേണൽ. ഇന്റേണൽ ഉള്ളത് അബ്സോർബന്റ് മൈൻഡ്, സെൻസിറ്റീവ് പീരിയഡ്, രണ്ടും നമ്മൾ വിശദമായിട്ട് പഠിക്കും. എക്സ്റ്റേണൽ ഉള്ളത് ഫ്രീഡം, എൻവിറോൺമെന്റ്. അപ്പൊ ഇങ്ങനെ 4 സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എങ്ങനെയും എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യാം, വളരാം. That is the difference between child or human beings and animal. Got it? ഇനി ഈ പറഞ്ഞ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ആവാം. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്ക് എന്തുണ്ട്, നമ്മുടെ സിമിയൻ സാറിന്റെ ചില പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആയുസ്സില് വ്യത്യാസല്ലേ സർ? ആയുസ്സില് വ്യത്യാസല്ലേ? മൃഗങ്ങളുടെ അത് ഇതില് പറഞ്ഞില്ല. ആയുസ് ആയുസ എന്ന് പറഞ്ഞാല് ആയുസ് ആർക്കാ കൂടുതല്? മൃഗങ്ങൾ കുറവാണല്ലേ? എല്ലാ മൃഗങ്ങളുടെ ആയുസും പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ വ്യത്യാസല്ലേ, അവര് വേഗം മരിക്കൂലേ? നമുക്ക് കൂടുതലല്ലേ? ആമ 80 വയസ്സൊക്കെ ഉണ്ട്. അങ്ങനെ 1-2 80 വയസ്സ് ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്. ആമേനല്ലേ അത്? മറ്റത് ആനുണ്ടോ? ആന ജീവിക്കോ? ആന കുറെ ജീവികൾ ജീവിക്കുന്നുണ്ട്. മനുഷ്യര് അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നവരില്ലേ? ഗ്യാരണ്ടി ഉണ്ടോ? നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. ഓക്കെ. പെട്ടെന്ന് മരിക്കുന്നവരുണ്ട്. അത് ഒരു ഏജിങ് ഒരു ഡിഫറൻസ് അല്ല, ബേസിക് ഡിഫറൻസ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ പറഞ്ഞ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. ചിലപ്പോ ക്രോസ് ചെയ്യും ആളുകൾ, ക്രോസ് ചെയ്യുമ്പോ അതിന് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ. ഈ ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ വിവേചന ശക്തി പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. പക്ഷെ അതിലൊക്കെ ഒരു മൈന്യൂട്ട് പോയിന്റ് ഉണ്ട്. ഒരു പൂച്ചയ്ക്ക് പൂച്ചനെ വളർത്തുന്ന അമ്മയെ കാണുമ്പോ സ്നേഹം കൂടുതലുണ്ടാവും അല്ലെ? പുറത്തുള്ള ആൾ വരുമ്പോ സ്നേഹം കാണിക്കണമെന്നില്ല. നമ്മുടെ കുട്ടികൾ കാണിക്കുന്നല്ലേ? വിവേചന ശക്തിയല്ലേ പൂച്ചയുടെ? പൂച്ചക്ക് അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ചിന്താശക്തി കുറവാന്ന് പറഞ്ഞു മൃഗങ്ങൾക്ക്. ചിന്താശക്തി മൃഗങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല.
ചിന്താശക്തി ഇല്ല എന്നാണ് പൊതുവെ കണ്ടെത്തുന്നത്. ചിന്തിക്കുന്ന കഴിവ് ഇല്ല. അവർക്ക് വേണ്ടി പ്രിന്റഡ് ആയിരിക്കുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നതാണ്. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനി ഡൗട്ട്സ്? Thank you very much. Okay, let's see on tomorrow. Excuse me, sir. Sir, ഈ നോട്ട് പ്രിപ്പയർ ചെയ്യണോ അതോ ഇപ്പൊ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടത് ലെക്ചറി നോട്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്, ഈ പുസ്തകം. ഇത് നോട്ട്സ് ആണ്. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ പിന്നെ സ്കാൻ ചെയ്തിട്ടോ അയച്ചു തരും. യു ക്യാൻ യൂട്ടിലൈസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ലെക്ചറി നോട്ട്സ് എഴുതി പോകണം. ലെക്ചറി നോട്ട്സ് ആണ് നിങ്ങൾ ഇപ്പൊ റെഫർ ചെയ്യേണ്ടത്. പോയിന്റ്സ് മനസ്സിലാക്കി പോകണം. ഓക്കെ, കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ നോട്ട്സ് തരും. ഓക്കെ, നെക്സ്റ്റ് വൺ. നാളെ സെമിനാർ എല്ലാവരും ബി റെഡി ആയിട്ട് വരിക. ആരും മുങ്ങരുത്. സബ്ജക്ട് ഏറ്റെടുത്ത് എല്ലാവരും വളരെ മനോഹരമായി പ്രസന്റ് ചെയ്യുക. ആ ടോപ്പിക് ഗൂഗിൾ ചെയ്ത് പഠിക്കുക. ആര് നന്നായി പെർഫോം ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. Introduction, content and conclusion. That's all. Thank you very much, Simeon sir. Now 10 minutes you can have. They have been waiting for you. Okay. No problem. Hello, sir. Yeah, good evening. Good evening, So sir. actually, Good evening, sir. yeah, I just want to just take rest today, but you know, he was just requested me to join since you mentioned the time stretching, and as well your mind will be deactivated. But anyway, just we will take only 10 minutes. We'll take only 10 minutes and we'll learn together. So we will learn a story, a short story, and this will be very essential for your student. And as well, we can learn the tenses. So the story is about present story. We can make a story in different forms: present story, past story, future story, or imagination story. So now we will learn a present story. You got it? Present story. So are you ready? Yes, sir. Okay. So you can follow after me. This will be very essential for the kids, and you can do with accent. It can be an accent story too. So there is example. Yeah, there is. Can you hear? You have to say, there is a garden in front of my house. Can you hear? There is a garden a garden in front of my house. of my house. It is big it is big It is big and and beautiful. beautiful. There are Here are many flowers many flowers in the garden. in the garden. In the morning The morning and and evening I go to the garden I go to the garden and and watered water the plants. the plants. So this is present story. This is a present story, and you can convert into present continuous or past or future story or imagination story. Example: there will be a garden. That is imagination. It's about a future, and it is a prediction, or it is a
It is an imagination story. There will be a garden in front of my house. It will be very big. That is imagination. Or if you convert into the past, there was a garden. There was a Yeah. And if it is in a present, then there is a garden. So you can teach the students using with present, past, and future. So it is very simple, and you will learn more idea and you will grasp more idea. So let's learn again. There is Here is a garden a garden in front of my house. My of house. my house. It is big It is big and and beautiful. 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 There are here are many flowers many flowers Flowers in the garden. in the garden. In the morning In the morning and and in the evening, evening, I go to the garden I I go to the garden and and watered water the plants. the plant. Okay. Now, anybody can narrate a story, can recite a story. Anybody? Have you written in your note? So if not, you can write in your note. Or else I will give and I will send you in a group WhatsApp. There is a garden. Simple. This is deer. The action is, this one is deer. This is garden. This is in front. in front. Yes, this is in front of house. my house. Yes. Once again, this one. There is a garden Garden. house. Yes. There is a garden in front of my house. This one, it is, Big And yeah, it is big. This one, and yeah, beautiful. Beautiful. yes. This one, there are, There are There yes, many yeah, many flowers. And this one, the garden. in the garden. this in the one, garden. I go to the garden yeah, in the morning And evening. Morning Yes. and the evening and the evening I and go to the garden the to garden the garden and, and I water the plant. and okay. So can anyone convert into past? Past continuous. Can anybody? There was a garden. Yes, just you can continue from first to last. There was a garden in front of my house. It was big and beautiful. There was many flowers in the garden. In the morning and evening, I went to the garden and I watered the plants. Okay. So anyone? And now imagination story or future. Now you convert into future. Sir, Yes. Future. there will be a garden. Imagination. Yeah. There will be a garden in front of my house. That will be big and beautiful with many flowers. Great. I will go to the garden in the evening and morning, and every day I will be watering that flower plants in the garden. Flowers or plants. It's okay. So this is what the students will learn, the difference between present tense, past tense, and future tense. You can teach the students in a short, simple activity. So you can create in your own way. Especially you can use any noun, any subject. Instead of a flower, you can use cat, dog, or
whatever, or you can use girl, boy. So as the same way, you can use the story present, past, and future. So sir, we start for the last trial, and we'll bind up the class, because like, if we take time too long for the class, our mind will deactivate, and we wouldn't have any energy, and we wouldn't have any positive positive consign to lesson. So we'll bind up. But lastly, let's practice together. There is There yeah There is a garden a garden Garden in front in front of my house. of my house. It is big Big and and beautiful. beautiful. There are there There are many flowers many flowers in the garden. in in the garden. In the morning in The morning and And in the evening, in in the evening, I go to the garden I go to the garden and and water the plants. water the plants. More than this, you can add. You can add more story, and or you can make it short. But for the small kids, you can make such a short description, very short note, because child cannot learn such a long story. Make it just very short with action. Okay. Anyway, thank you so much for your attention, and we'll bind up. So before I bind up, I will just call Mustafa to lead the prayer, or to lead the national anthem. Thank you. Have a beautiful Thank you, sir. Musta sir. Musta sir. Yeah, let's bind up. Okay, so we'll bind up, and shall we sing national anthem? Yeah. So if comfortable, you can stand. Okay. Yep. So, are you ready? Yes, Yeah, sir. let's start national anthem. Jana Janagamana Adinayika Jaya Bharata Bhagavata Pancharaja Sindhu Gujarata Maratha Tava Subhamani Sage Tava Sura Asisa Ashisha Mage Ahe Tvajaya Gatha Janagana Mangala Bharata Bhaka Bisata Jaya He Jaya He Jaya He Jaya 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 He. Yes, anyway, have a good time and see you tomorrow. And anyway, last but not least, I just want to wish you, and I just want to appreciate you and wish you all the best for tomorrow seminar. And have a blessed evening. Bye bye. See you soon. Thank you, sir. Thank you, sir. Bye. Thank you, sir. Mm.